ഭർത്താവിന്റെ കടം വീട്ടാൻ കുഞ്ഞിനെ വിറ്റ് അമ്മ അറസ്റ്റിൽ. അപ്പൊ ഭർത്താവിന്റെ കടം ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ന്യൂസ്. എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ളതാണ് കാണുന്ന മെയിൻ സംഭവം. അപ്പം അതിൻ്റെ റിലേറ്റഡ് ഒന്നെങ്കിൽ ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ ഭീഷണിപ്പെടുത്തുന്നു. അത് കൊടുക്കാതെ വരാൻ നേരത്ത് മനം നൊന്ത് അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ ലോൺ എടുക്കുന്ന ലോൺ ആപ്പിൽ നിന്ന് അത് പൈസ കൊടുത്തിട്ടും ആക്രമം തുടരുന്നു, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പൊ ദേ ഭർത്താവിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ വിൽക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് ഭർത്താവിന്റെ കടം തീർക്കാൻ നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ രാമനഗരിയിലാണ് സംഭവം. 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബാംഗ്ലൂരിൽ ഒരു യുവതിക്ക് 1.5 ലക്ഷം രൂപയ്ക്കാണ് 40-കാരിയായ അമ്മ വിറ്റതെന്ന് പോലീസ് പറഞ്ഞു. അപ്പം 30 ദിവസമേ ഉള്ളൂ, ഓർത്ത് വയ്ക്കും, ഒരു മാസം. അപ്പം അത്രയേ ഉള്ളൂ. അത് കർണാടകയിലാണ്. ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്. മറ്റേ അതുലിന്റെ സംഭവം നടന്നത് അത് കർണാടക, ഉത്തർപ്രദേശ്. ഇത് കർണാടക, ഇത് ആന്ധ്രാപ്രദേശ്. കണ്ടോ, അങ്ങനെ അവിടെയൊക്കെയാണ് കൂടുതൽ. പക്ഷെ അത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ വാർത്തകൾ കേൾക്കും, പ്രചരിക്കും തോറും ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ മാറും. എന്തും ചെയ്യാം എന്നുള്ള അവനവൻ്റെ അപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് അതിക്രമത്തിനും തയ്യാറായിട്ട് വരുന്നൊരു രീതിയിലോട്ട് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുക. അത് 1.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തത്. അമ്മയ്ക്ക് 40 വയസ്സുണ്ട്. ഈ മാസം 5-നായിരുന്നു സംഭവം. ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഭർത്താവ് പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ യുവതി പണം വാങ്ങി വിറ്റതായി കണ്ടെത്തിയത്. അപ്പം ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയത്തെ തുടർന്ന് ഭർത്താവ് പോലീസിന് പരാതി നൽകി. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴായിരുന്നു യുവതി പണം വാങ്ങി വിറ്റതാണെന്ന് കണ്ടെത്തിയത്. രാമനഗരിയിലെ താമസക്കാരായ ദമ്പതിമാർ കൂലിപ്പണി ചെയ്താണ് കുടുംബം നടത്തിയത്. അപ്പോൾ ഇവർ കൂലിപ്പണി ചെയ്തായിരുന്നു കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് 4 കുട്ടികളുണ്ട്. ഇതിനിടയിലാണ് 5ാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നത്. ഓക്കെ, അപ്പം കൂലിപ്പണിയാണ് നടത്തുന്നത്, 4 കുട്ടികളുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഒരു കുഞ്ഞിനെ നോക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്തിനു കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കടം വീട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും. ഓൾറെഡി 4. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഭർത്താവ് അതിന് സപ്പോർട്ടല്ല. അത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല. അപ്പം ഭർത്താവിന് ഭാര്യയുടെ പെരുമാറ്റത്തിലൊക്കെ സംശയങ്ങൾ തോന്നിയതാണ്. കാരണം ഓട്ടോമാറ്റിക് 30 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഒരു വിധത്തിൽ ചിരി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അമിത സ്നേഹം കാരണമല്ലേ. പക്ഷെ കുഞ്ഞിനോട് നമ്മൾ അതുപോലെ സ്നേഹം കാണിക്കണ്ടേ. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അമിത സ്നേഹം കാരണം ഭർത്താവിന്റെ കടം വന്നപ്പോൾ ഭാര്യയ്ക്ക് മനന്നത്. അപ്പൊ എന്ത് ചെയ്തു, സ്വന്തം കുഞ്ഞിനെ എടുത്ത് അതും അത്. പക്ഷെ ഭർത്താവ് അവിടെയും ചിന്തിച്ചത് ആ ഫാമിലിയെ പറ്റിയല്ലേ, കുഞ്ഞുങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയുള്ളൊരിത്. കടമൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടും, പക്ഷെ ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ, നമുക്ക് അറിയുമോ അത് 30 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞ്. അപ്പം ഇവർക്ക് 4. അപ്പം 5ാമത് കുട്ടി പ്രസവിക്കുന്ന കടബാധ്യതകളെ പറ്റി സംസാരിക്കുന്നതിനിടെ ഭാര്യ നവജാത ശിശുവിനെ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞതായി യുവാവ് മൊഴി നൽകി. ഓക്കെ, അപ്പം കടബാധ്യതകളെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും നേരത്തെ തന്നെ സംശയത്തിനുള്ളൊരിത് കിട്ടി. അതെ, ഇങ്ങനെ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഭാര്യ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭാര്യ പറഞ്ഞത് താൻ കാര്യമായി എടുത്തിരുന്നില്ല, എന്നാൽ കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞതോടെ സംശയമൊക്കെ. അപ്പം ഭാര്യ പറഞ്ഞത് അന്ന് അദ്ദേഹം കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പിന്നെ കുഞ്ഞിനെ കാണാതായതോടെ വീണ്ടും സംശയമായി. അപ്പോൾ തുടർന്ന് 2 ദിവസത്തെ തിരച്ചിലിന് ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്ന് യുവാവ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ തുടർന്ന് 2 ദിവസം അന്വേഷിച്ചു. എന്നിട്ട് പിന്നീടാണ് പോലീസിന് പരാതി നൽകിയത്. കുഞ്ഞിനെ കാണാതെ വരാൻ നേരത്ത് ചിലപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ നടക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ, സംശയിക്കും. അപ്പം 2 ദിവസം അന്വേഷിച്ചു. അപ്പോൾ അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ കുട്ടി ബന്ധുവിനൊപ്പമായിരുന്നു എന്നാണ് മറുപടി. ഓക്കെ, അപ്പോൾ പോലീസ് അപ്പോൾ യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ യുവതി നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ ബന്ധുവിൻ്റെ ഒപ്പമായിരുന്നു എന്നാണ്. അപ്പോൾ സംശയം തോന്നി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ വിറ്റതായി അവർ സമ്മതിച്ചത്. തുടർന്ന് യുവതിയെയും കൂട്ടി ബംഗളൂരിലെത്തിയ പോലീസ് കുഞ്ഞിനെ വീണ്ടെടുത്തു. അപ്പോൾ കുഞ്ഞിനെ വീണ്ടെടുത്തു കേട്ടോ. അതെന്തായാലും നല്ല കാര്യം. ഒരു സിനിമ പോലെ അത് കണ്ടപ്പോൾ ഓരോ അറിയത്തെ. കാരണം ആ ഒരു സാഹചര്യം നമ്മളിപ്പോ കൊടുക്കുന്ന സിറ്റുവേഷൻ ഏതാണ്, അവർ നന്നായിട്ട് നോക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ അത് 1.5 ലക്ഷം രൂപ. ഇപ്പൊ ഇത് കണ്ടപ്പോ മറ്റേ സിനിമയില്ല ആകാശദൂത്, ആ സിനിമയ്ക്കകത്ത് അച്ഛൻ ആക്സിഡന്റില്
മരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറുമായി അത് കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്താ ആ മക്കള് സേഫ് ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ, ആ അമ്മയുടെ ഒരു താല്പര്യത്തിലല്ലേ ഓരോരുത്തരെയും സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അപ്പം ആ ഒരു സാഹചര്യം നമ്മൾ ആലോചിക്കണം. ഭർത്താവ് മരിച്ച് ഇനി ഭാര്യ അല്ലെങ്കിൽ ഞാനിനി എത്രത്തോളം നാളെ ഉണ്ടെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൈസയോ പണമോ ഒന്നുമില്ല, വളരെ പാവങ്ങളായിട്ടുള്ളൊരു കുടുംബം. അപ്പം ആ ഒരു സമയത്ത് സ്വന്തം മക്കൾ സുരക്ഷിതരായിട്ട് എന്നും ഉണ്ടാവണം, എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. എന്തായാലും കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹമുണ്ട്, പക്ഷേ കുഞ്ഞിനോട് കാണിച്ചത് വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ കുഞ്ഞിനെ വീണ്ടെടുത്തുകൊണ്ട് നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം പക്ഷെ അതൊക്കെ അമ്മമാരാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഭർത്താവിനോട് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളും. അപ്പൊ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും ഒരു തള്ളിക്കളയരുത്. അവർക്ക് അവരുടെ ആ ഒരു പ്രസവ വേദനയും അതെ, പക്ഷേ അറിഞ്ഞവർക്ക് 4 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് കുഞ്ഞിന്റെ വില എന്താണേലും അറിയാം. പിന്നെ സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാകും. നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകും. സത്യമാണ്. പിന്നെ നമ്മളിപ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഇങ്ങനെ വിൽക്കുക അങ്ങനത്തെ ഒരു രീതി അല്ലല്ലോ. എത്ര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് നിന്നിട്ട്. നമ്മളിപ്പോൾ മറ്റൊരാളോട് കടം വാങ്ങുന്നത് അല്ല, നമ്മുടെ സ്വന്തം കുഞ്ഞിനെ എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് കാശ് ഒരിക്കലും ഉപകാരം ചെയ്യത്തില്ല. അതാണ് സത്യം. ഇതൊക്കെ ഭയങ്കര ക്രൂരതകളാണ്. അങ്ങനെയൊന്നും ഒരമ്മയും ചെയ്യത്തില്ല അല്ലേ. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ഇത്തരത്തിലുള്ള കുഞ്ഞിപ്പോ ഉണ്ടായതിന് കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും കൊല്ല ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ബന്ധത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പക്ഷെ നമുക്കിപ്പോ ഓരോരുത്തരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് തന്നെ ഇരിക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് സത്യം.